ചില വചനങ്ങളും വയനാട്ട് പഠിച്ചു കഴിയുമ്പോഴത്തേനും ഞങ്ങൾക്ക് കൃപ കിട്ടും. പ്രത്യേകിച്ച് റോമ 12 1-24 ഭാഗം ക്രിസ്തമാക്കിയാല് മിനി ബൈബിളാണ് ഹൃദയത്തില്, ചെറിയ ബൈബിള് കണ്ടോ. ഇതുകൊണ്ടാണ് ഇപ്പൊ ഡെലിവറൻസ് നടക്കുന്ന സമയത്ത് പൊയിലേക്കൊന്നും മുട്ടുകുത്തി കഴിഞ്ഞാൽ അവനപ്പുറം വിട്ടു പോകും. മുട്ടുകുത്താപ്പില്ലെങ്കിൽ കമന്ന് കിടന്നാൽ മതി, വിട്ടുപോകും. കാരണം എളിമപ്പെട്ടാൽ മതി. ഇപ്പൊ നമ്മൾ പ്രാർത്ഥിച്ചിട്ട് പോകുന്നത്, ഞാനിപ്പോ പോയി എന്നേക്കാൾ എളിമയുള്ള ഒരാളെ വിളിച്ചുകൊണ്ടിരുന്നു ഞാൻ ആ നിമിഷത്തിൽ എളിമയുടെ ശക്തികളാണ്. ഇതാണ് വലിയ ഗിഫ്റ്റ്. ആ എളിമയിലാണ് എല്ലാം വീഴുന്നത്, സകലതും വീഴുന്നത്. അല്ലോ മത്തായി 5:8 ഹൃദയശുദ്ധിയോട് അവൻ ദൈവത്തെ കാണും. ജോഷുവ 3:5 വായിച്ചത് എന്താണ്? 5 നിങ്ങൾ അത്ഭുതം കാണും, നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കും. അത്ഭുതം കാണും നിങ്ങളെ ശുദ്ധീകരിക്കുമ്പോൾ. ജോഷുവ ജനത്തോട് പറഞ്ഞു, നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുവിൻ, നാളെ നിങ്ങളുടെ ഇടയിൽ കർത്താവ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. കണ്ടോ, അത്ഭുതം പ്രവർത്തിക്കും. ഇപ്പൊ നിങ്ങളെല്ലാരും കൂടി ഒന്ന് വിശുദ്ധിയിലോട്ടൊന്ന് വന്നു നോക്കി. ഇത്തരം പേര് എറണാകുളത്ത് മാതാവതാനെങ്കിൽ കേട്ടോ. ഇല്ലെങ്കിൽ അവളിവിടെ എല്ലാത്തിനും വിലക്ക് വേണ്ടി സകലര് നമ്മുടെ ഡോക്ടർ തോമസും ഡോക്ടർ ചെറിയാനും ഡോക്ടർ മറ്റോ മാണിയൊക്കെ അങ്ങോട്ട് പോകും. കാര്യം അവർക്കോട്ടും 2 ലക്ഷം രൂപ പിടിച്ചോ മാസം. സാധിക്കാതെ വരുന്നു. ആത്മാവ് നിങ്ങളെ നയിക്കുന്നെങ്കിൽ നിങ്ങൾ നിയമത്തിന് കീഴല്ല. ജഡത്തിന്റെ വ്യാപാരങ്ങൾ എല്ലാവർക്കും അറിയാം. അവ വ്യഭിചാരം, അശുദ്ധി, ദുർവൃത്തി, വിഗ്രഹാരാധന, ആഭിചാരം, ശത്രുത, കലഹം, അസൂയ, കോപം, മാത്സര്യം, ഭിന്നത, വിഭാഗീയ ചിന്ത, വിദ്വേഷം, മദ്യപാനം, മധുരോത്സവം ഇവയും ഈദൃശമായ മറ്റു പ്രവൃത്തികളുമാണ്. ഇത്തരം പ്രവൃത്തികളിൽ ഏർപ്പെടുന്നവർ ദൈവരാജ്യം അവകാശപ്പെടുത്തുകയില്ലെന്ന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് നൽകിയ താക്കീത് ഇപ്പോഴും ആവർത്തിക്കുന്നു. എന്നാൽ ആത്മാവിന്റെ ഫലങ്ങൾ സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം ഇവയാണ്. ഇവയ്ക്കെതിരായി ഒരു നിയമവുമില്ല. യേശുക്രിസ്തുവിനുള്ളവർ തങ്ങളുടെ ജഡത്തെ അതിന്റെ വികാരങ്ങളോടും മോഹങ്ങളോടും കൂടെ ക്രൂശിച്ചിരിക്കുന്നു. നമ്മൾ ആത്മാവിലാണ് ജീവിക്കുന്നതെങ്കിൽ നമുക്ക് ആത്മാവിൽ വ്യാപരിക്കാം. നാം പരസ്പരം പ്രകോപിപ്പിക്കുന്നവരും അസൂയപ്പെടുന്നവരും വ്യർത്ഥാഭിമാനികളും ആകാതിരിക്കട്ടെ. വലിയൊരു വചനമാണ് തന്നിരിക്കുന്നത്. നമ്മുടെ ഹൃദയത്തിൽ എന്തെങ്കിലും വൈരാഗ്യ വിദ്വേഷത്തിന്റെ പേരുണ്ടെങ്കിൽ ഈശ്വരമായിട്ട് ബന്ധം വിട്ടുപോകുന്നുണ്ട്. ഈ പ്ലസ് 12 15-16 വാക്യം, അതാണ് 14 തൊട്ട് എഴുതിക്കുക. 14 തൊട്ട് 16 വനത്തില് അടുത്തിരിക്കുന്നവർ ചോദിച്ചു മനസ്സിലാക്കി. എബ്രായർ 12 14 തൊട്ട് 16 വനം. എല്ലാവരോടും സമാധാനത്തിൽ വർത്തിച്ച് വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കുവിൻ. വിശുദ്ധി കൂടാതെ ആർക്കും കർത്താവിനെ ദർശിക്കാൻ സാധിക്കുകയില്ല. ദൈവകൃപ ആർക്കും നഷ്ടപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുവിൻ. വിദ്വേഷത്തിന്റെ വേര് വളർന്ന് ഉപദ്രവം ചെയ്യാതിരിക്കാൻ സൂക്ഷിക്കുവിൻ. വിദ്വേഷം മൂലം പലരും അശുദ്ധരായിത്തീരുന്നു. ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി തന്റെ കടിഞ്ഞൂൽ പുത്ര സ്ഥാനം വിറ്റ ഏസാവിനെ പോലെ ആരും അസന്മാർഗിയോ അധാർമികനോ ആകരുത്. പിന്നീട് അവകാശം പ്രാപിക്കാൻ ആഗ്രഹിച്ചപ്പോൾ അവൻ തിരസ്കരിക്കപ്പെട്ടുവെന്ന് നിങ്ങൾക്കറിയാമല്ലോ. കണ്ണീരോടെ അവൻ അത് ആഗ്രഹിച്ചെങ്കിലും അനുദപിക്കാൻ അവൻ അവസരം ലഭിച്ചില്ല. വിദ്വേഷം വരുമ്പോൾ വേറെ പാവങ്ങളെല്ലാം വരും അതിന്റെ കൂടെ. അതാണ് അതിൽ വലിയ രസം. പാവങ്ങള് നാം തന്നെ ഇന്ന് ഒരു വചനം കേട്ടപ്പോ ദാനിയേൽ പ്രവാചകൻ 5:1-4 വനത്തില് അവിടെ ഒരു കള്ളുകുടി നടന്നു. പെണ്ണുങ്ങളും കുടിച്ചു. എല്ലാം കൂടി കുടിച്ചു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ എന്താ ചെയ്തത്? ഉടനെ വിഗ്രഹാരാധനൊക്കെ പോയി. ചെയ്ത വേറെ ചാട്ടമെങ്കിലും കുട്ടിച്ചു കഴിഞ്ഞാൽ കള്ളുഷാപ്പിൽ നിന്ന് അല്ലെങ്കിൽ ബാറിൽ നിന്ന് കുടിച്ചു കഴിഞ്ഞാൽ നെക്സ്റ്റ് പ്രോഗ്രാം എന്തായിരിക്കും? അധികമല്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് വേണ്ടാത്ത പ്രവർത്തനമൊക്കെ പോകും ഇല്ലേ? പോയില്ലേ? കാര്യം കുട്ടി കഴിഞ്ഞ് അതുകൊണ്ട് മദ്യം വന്നു കഴിഞ്ഞാൽ 28-7 എല്ലാം തെറ്റിപ്പോകും. അവിടെ വെച്ചെടുക്കുന്ന തീരുമാനങ്ങൾ എന്തൊക്കെയായിരിക്കും? ജഡ്ജിക തീരുമാനങ്ങളായിരിക്കും, പാപകരമായ തീരുമാനങ്ങളായിരിക്കും.
പാപത്തിന്റെ വേദന മരണമാണ്. മരണം. റോമ 6:23. അതുകൊണ്ടാണ് മദ്യം ഒരു സർപ്പമാണെന്നൊക്കെ പറയുന്നത്. മദ്യം സുഭാഷിതങ്ങൾ 20 മുതൽ 29-35 വനത്തിൽ പറയുന്നത് അണലിപ്പാമ്പാണെന്ന് കടിച്ചാൽ മരണമാണെന്ന്. എന്നിട്ട് പറയാൻ കുട്ടിച്ചിട്ട് ഛർദിക്കാതെ എന്നെ തച്ചിട്ട് തല്ല് കൊണ്ടില്ലെന്ന് പറയും. ഇങ്ങോട്ട് തല്ലും കൊണ്ടില്ല. കപ്പറായിട്ടില്ല. അത് വായിച്ചറിയാം. കുടിക്കുന്ന ആള് ദൈവത്തിന്റെ പദ്ധതി അവനെ വീണ്ടും കുടിപ്പിക്കും. ചാടാനും 2 കൂടി ബിയറും കൂടി കൂട്ടിക്കുടിപ്പിക്കും. ആ ദുരിതം എവിടെയാണ്? യെശയ്യാ 5:22. ചെറുപ നല്ല രസമായിട്ടുണ്ട്. അത് 2 കൂടി കൂട്ടിക്കുടിച്ച് അങ്ങനെ ദുരിതമാണെന്ന് അവൻ അറിയണില്ല. പിന്നെ ഒരു 40-48 വയസ്സ് മുമ്പ് തന്നെ എന്ത് ഛർദിക്കും? ഛർദിക്കും. ജെറമ്യാ 25, 27-30 വേണം. അവരിലൊക്കെ ചിത്തഭ്രമം ഉണ്ടാവും. ഒക്കെ അറിഞ്ഞിരിക്കണം. ജെറമ്യാ 25:16. വചനമില്ലാത്തതുകൊണ്ടാണ്. മറ്റുനാളൊക്കെ കേട്ടില്ല. ആരൊക്കെ തമ്മില് മക്കളെ കേട്ടാണ് ഇടയ്ക്ക് മകൾക്ക് കൊടുക്കും. കണ്ടിട്ടില്ലേ? അമ്മക്കിട്ട് കൊടുക്കും. കുട്ടികളുടെ വീട്ടിലുള്ളതെല്ലാം സംഗതിയൊക്കെ നടക്കും. ജെറമ്യാ പ്രവാചകൻ 13-14 വചനം എല്ലാം വചനമാണ്. എവിടെ എടുത്താലും വചനമാണ്. ഇതിനാണ് എല്ലാത്തിനും ഇണയുണ്ടെന്ന് എവിടെയാ പറഞ്ഞേക്കുന്നത്? യെശയ്യാ 34-16 വാക്യത്തിൽ എല്ലാത്തിനും ഇണയേണ്ട വചനത്തിൽ എവിടെ നോക്കിയാലും ഒന്നില്ല വേറെ ഒന്നിനോട് അനുബന്ധിച്ചായിരിക്കും എന്തെടുത്താലും. ഈ ധനമോഹം എന്ന് പറഞ്ഞ ഒന്ന് വിട്ടുപോകുമ്പോ തന്നെ അനേകം അതേ സമയത്ത് ധനം കുറയുമോ കൂടുമോ? കൂടും. മത്തായി 6:1-4 വാനത്തില് എന്താ പറഞ്ഞേക്കുന്നത്? ദാനധർമ്മം കൊടുക്കുമ്പോ എങ്ങനെ വേണം? ഫോട്ടോ എടുത്ത് പിന്നെ പബ്ലിസിറ്റി ചെയ്ത് ഇല്ലേ? ആ മാനവരമേല് കൊട്ടിക്കുന്നതിന് ചെക്ക് കാണിച്ചിട്ട് പേര് എഴുതും, എല്ലാം എഴുതണം. ആരൊക്കെ ഇല്ലേ? മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി അവരുടെ മുമ്പിൽ വെച്ച് നിങ്ങളുടെ സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുകയും, അല്ലെങ്കിൽ നിങ്ങളുടെ സ്വർഗത്തിനായ പിതാവിങ്കിൽ നിങ്ങൾക്ക് പ്രതിഫലമില്ല. മറ്റുള്ളവരിൽ നിന്ന് പ്രശംസ ലഭിക്കാൻ കപടനാട്യക്കാർ സിനഗോഗുകളിലും തെരുവീതികളിലും ചെയ്യുന്നത് പോലെ നീ ഭിക്ഷ കൊടുക്കുമ്പോൾ നിന്റെ മുമ്പിൽ കാഹളം മുഴക്കരുത്. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, അവർക്ക് പ്രതിഫലം ലഭിച്ചു കഴിഞ്ഞു. നീ ധർമ്മദാനം ചെയ്യുമ്പോൾ അത് രഹസ്യമായിരിക്കേണ്ടതിന് നിന്റെ വലതുകൈ ചെയ്യുന്നത് ഇടതുകൈ അറിയാതിരിക്കട്ടെ. രഹസ്യങ്ങൾ അറിയുന്നതിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം നൽകും. പ്രതിഫലം നൽകുകയില്ലയോ? യേശുവിന്റെ നാമത്തിൽ കൊടുത്താലും മത്തായി 10:42 എന്താ? അല്ല, ഗണപതിയുടെ നാമത്തിലല്ല, യേശുവിന്റെ നാമത്തിൽ കൊടുത്തല്ല. നാമത്തിന്റെ ശക്തി. ഈ ചെറിയവൻ ഒരുവന് ശിഷ്യന് എന്ന നിലയിൽ ഒരു പാത്രം വെള്ളമെങ്കിലും കൊടുക്കുന്നവന് പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ലെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. അത് ലഭിക്കുമോ? ഇല്ലയോ? ഇതാണ്ടാണ് ഈശോ ദശാംശത്തിന്റെ കാര്യം പറഞ്ഞത് വചനത്തിൽ കൂടി. കേട്ടോ? അതൊരു മുദ്രയാണെന്ന് പ്രഭാഷകൻ മുദ്രം ദാനധർമ്മം 17:22 പ്രഭാഷകൻ 17:22 വായിച്ചിട്ട് മനുഷ്യന്റെ ദാനധർമ്മത്തെ മുദ്രമോതിരത്തെ എന്ന പോലെ കർത്താവ് വിലമതിക്കുന്നു. ഈ മുദ്രമോതിരം അണിഞ്ഞാല് അതുകൊണ്ടാണ് അനേകരിൽ നിന്ന് നിലനിൽക്കുന്നത്. കമ്പനികളും വ്യക്തികളും എല്ലാം ഭൂമിയിൽ ഈ ദാനധർമ്മം സ്നേഹത്തിൽ നിന്ന് തുടങ്ങാൻ സാധ്യമാണ്. അത് കൊടുക്കാൻ, അത് കൃപയുണ്ടെങ്കിൽ ദാനധർമ്മം കൊടുക്കാൻ സാധ്യമാണുള്ളത്. അപ്പോസ്തലപ്രവർത്തനം 10:2 കൊർന്നേലിയസ് എന്ന ശതാധിപൻ നീതിമാനും ദാനധർമ്മം ചെയ്യുന്നവൻ കർമ്മിഷ്ഠനായിരുന്നു. കണ്ടോ? അത് ഇത് കൊടുക്കുന്നതാണ്. പ്രഭാഷകൻ 3:30-31 വാക്യം വായിച്ചത് പാവങ്ങളെല്ലാം മായ്ച്ചു കളയും. ജലം ജ്വലിക്കുന്ന അഗ്നിയെ കെടുത്തുന്നത് പോലെ ദാനധർമ്മം പാപത്തിന് പരിഹാരമാണ്. നന്മയ്ക്ക് പകരം നന്മ ചെയ്യുന്നവൻ സ്വന്തം ഭാവി ഉറപ്പിക്കുന്നു. വീഴ്ച ഉണ്ടാകുമ്പോൾ അവന് സഹായം ലഭിക്കും. കണ്ടോ? അതുകൊണ്ടാണ് അത് ദൈവത്തിന്റെ ദാനം. മലാഖി 3:6-13 വാനത്തില് അത് ദൈവത്തിന് അവകാശപ്പെട്ട് ദൈവത്തിന്റെ ആണല്ല, നമ്മുടെ അല്ലെന്ന് പറയുന്നത്. പരീക്ഷിച്ചു നോക്കാൻ.
കർത്താവായ എനിക്ക് മാറ്റമില്ല. അതുകൊണ്ട് യാക്കോബിന്റെ സന്തതികളെ, നിങ്ങൾ പൂർണ്ണമായി സംഹരിക്കപ്പെട്ടിട്ടില്ല. നിങ്ങളുടെ പിതാക്കന്മാരുടെ കാലം മുതൽ എന്റെ കൽപ്പനകളിൽ നിന്ന് നിങ്ങൾ വ്യതിചലിച്ചു, അവ അനുഷ്ഠിച്ചില്ല. നിങ്ങൾ എന്റെ അടുക്കലേക്ക് മടങ്ങി വരുവിൻ, അപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരാം. സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു. എന്നാൽ നിങ്ങൾ ചോദിക്കുന്നു, എങ്ങനെയാണ് ഞങ്ങൾ മടങ്ങി വരേണ്ടത്? മനുഷ്യൻ ദൈവത്തെ കൊള്ളയടിക്കുമോ? എന്നാൽ നിങ്ങൾ എന്നെ കൊള്ള ചെയ്യുന്നു. എങ്ങനെയാണ് ഞങ്ങൾ അങ്ങനെ കൊള്ള ചെയ്യുന്നത് നിങ്ങൾ ചോദിക്കുന്നു. ദശാംശങ്ങളിലും കാഴ്ചകളിലും തന്നെ നിങ്ങൾ ജനം മുഴുവനും എന്നെ കൊള്ള ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾ അഭിശപ്തരാണ്. ദശാംശം മുഴുവൻ കലവറയിലേക്ക് കൊണ്ടുവരുവിൻ. എന്റെ ആലയത്തിൽ ഭക്ഷണമുണ്ടാകട്ടെ. ഞാൻ നിങ്ങൾക്കായി സ്വർഗ കവാടങ്ങൾ തുറന്ന് അനുഗ്രഹങ്ങൾ വർഷിക്കുകയില്ലേ എന്ന് നിങ്ങൾ പരീക്ഷിക്കുവിൻ. സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു. ഞാൻ നിങ്ങൾക്ക് വേണ്ടി വെട്ടുക്കിളികളെ ശാസിക്കും. അവൻ നിങ്ങളുടെ ഭൂമിയിലെ മരങ്ങൾ നശിപ്പിക്കുകയില്ല. നിങ്ങളുടെ വയലുകളിലെ മുന്തിരിച്ചെടികൾ ഫലശൂന്യമാവുകയില്ല. സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു. അനുഗ്രഹീതർ എന്ന് ജനതകൾ നിങ്ങളെ വിളിക്കും. നിങ്ങളുടെ ദേശം ആനന്ദത്തിന്റെ ദേശമാകും. സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു. കണ്ടോ, ഇത് ദാനധർമ്മങ്ങൾ. ഇത് ഞാൻ ആദ്യത്തെ ക്ലാസ്സിൽ ഒന്നും പറഞ്ഞിരുന്നില്ല. നിങ്ങളത് സ്വീകരിക്കല്ലേ? അത് കൊല്ലങ്ങളെടുക്കണം. അതാണ് വന്നു കഴിയുമ്പോൾ അത് അറിയാതെ ഓരോരോ കാര്യങ്ങൾ കൈവലപ്പെടുത്തി തരുന്നത്. നിയമാവർത്തനം 15 1 തൊട്ട് 11 ഭാഗത്തില് ഒന്ന് വായിച്ചിട്ടുണ്ട്. 8-ാം വാക്യം ഒന്ന് വായിച്ചു നോക്കിയാൽ. അവന് ആവശ്യമുള്ളത് എന്ത് തന്നെയാലും ഉദാരമായി വായ്പ കൊടുക്കണം. ഓരോ 7 വർഷം തികയുമ്പോഴും ഋണമോചനം നൽകണം. മോചനത്തിന്റെ രീതി ഇതാണ്. ആരെങ്കിലും അയൽക്കാരന് കടം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഇളവ് ചെയ്യണം. അയൽക്കാരനിൽ നിന്നോ സഹോദരനിൽ നിന്നോ അത് ഈടാക്കരുത്. എന്തെന്നാൽ കർത്താവിന്റെ മോചനം പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നു. വിദേശീയരിൽ നിന്ന് കടം ഈടാക്കിക്കൊള്ളുക. എന്നാൽ നിന്റേത് എന്തെങ്കിലും നിന്റെ സഹോദരന്റെ കൈവശം ഉണ്ടെങ്കിൽ അത് ഇളവ് ചെയ്യണം. നിങ്ങളുടെ ഇടയിൽ ദരിദ്രർ ഉണ്ടായിരിക്കുകയില്ല. എന്തെന്നാൽ നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങൾക്ക് അവകാശമായി തരുന്ന ദേശത്ത് നിങ്ങൾ അവിടുത്തെ വാക്ക് കേൾക്കുകയും ഞാൻ ഇന്ന് നൽകുന്ന അവിടുത്തെ കൽപ്പനകളെല്ലാം ശ്രദ്ധാപൂർവം പാലിക്കുകയും ചെയ്താൽ അവിടുന്ന് നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കും. നിങ്ങളുടെ ദൈവമായ കർത്താവ് തന്റെ വാഗ്ദാനം അനുസരിച്ച് നിങ്ങളെ അനുഗ്രഹിക്കും. നിങ്ങൾ അനേകം ജനതകൾക്ക് കടം കൊടുക്കും. നിങ്ങൾ ഒന്നും കടം വാങ്ങുകയില്ല. നിങ്ങൾ അനേകം ജനതകളെ ഭരിക്കും. നിങ്ങളെ ആരും ഭരിക്കുകയില്ല. നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങൾക്ക് നൽകുന്ന ദേശത്തെ പട്ടണങ്ങളിൽ ഏതെങ്കിലും ഒരു സഹോദരൻ ദരിദ്രനായിട്ടുണ്ടെങ്കിൽ നീ നിന്റെ ഹൃദയം കഠിനമാക്കുകയോ അവന് സഹായം നിരസിക്കുകയോ അരുത്. അവന് ആവശ്യമുള്ളത് എന്തു തന്നെയായാലും ഉദാരമായി വായ്പ കൊടുക്കണം. മോചനത്തിന്റെ വർഷമായ 7-ാം വർഷം അടുത്തിരിക്കുന്നുവെന്ന് നിന്റെ ദുഷ്ടഹൃദയത്തിൽ ചിന്തിച്ച് ദരിദ്രനായ സഹോദരനെ നിഷ്കരുണം വീക്ഷിക്കുകയും അവന് ഒന്നും കൊടുക്കാതിരിക്കുകയും അരുത്. അവൻ നിനക്കെതിരായി കർത്താവിന്റെ സന്നിധിയിൽ നിലവിളിക്കുകയും അങ്ങനെ അത് നിനക്ക് പാപമായി തീരുകയും ചെയ്യാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുക. നീ അവന് ഉദാരമായി കടം കൊടുക്കണം, അതിൽ ഖേദിക്കരുത്. നിന്റെ ദൈവമായ കർത്താവ് നീ ചെയ്യുന്ന എല്ലാ ജോലികളിലും നീ ആരംഭിക്കുന്ന എല്ലാ പ്രവൃത്തികളിലും നിന്നെ അനുഗ്രഹിക്കും. ഭൂമിയിൽ ദരിദ്രർ എന്നും ഉണ്ടായിരിക്കും. ആകയാൽ നിന്റെ നാട്ടിൽ വസിക്കുന്ന അഗതിയും ദരിദ്രനുമായ നിന്റെ സഹോദരന് വേണ്ടി കൈ അയച്ചു കൊടുക്കുക എന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്നു. ഭൂമിയിൽ ദരിദ്രർ എന്നും ഉണ്ടായിരിക്കും. ഇത് തന്നെ ഈശോയും പറഞ്ഞത് എവിടെയാ പറഞ്ഞിരിക്കുന്നത്? യോഹന്നാൻ സുവിശേഷം 12 1 തൊട്ട് 8 വരെ പറഞ്ഞു. ദരിദ്രർ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കണം. അതേ ദരിദ്രന് ദാരിദ്ര്യം മാറ്റാനായിട്ട് ഇറങ്ങിയാല് അവന്റെ പോക്കറ്റിൽ അറിയാനാണ് പറയുന്നത്. ദരിദ്രരെ സഹായിക്കാൻ ഇറങ്ങുന്നവര് കേട്ടോ. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് ദരിദ്രർ എന്നും ഉണ്ടായിരിക്കും. എന്റെ ഭക്ഷണം ലുക്ക 4:4 മത്തായി 4:4 പിതാവിന്റെ ഇത് നിറവേറ്റുന്നതാണ് എന്റെ ഭക്ഷണം. ഇതെല്ലാം കർത്താവിന്റെ സ്നേഹവും കൃപയും വരുമ്പോൾ ചെയ്യുന്നതാണ് ദാനധർമ്മങ്ങൾ. കണ്ടോ, എല്ലാവരും ചെയ്യുന്ന ആ കൃപയിലാണ്